നമസ്കാരം. ഞായറാഴ്ച ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങാൻ തയ്യാറാണെന്ന കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ലോകം കടുത്ത ആശങ്കയിലാണ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ അന്ത്യശാസനവും എത്തിയതോടെ അവർക്ക് മുന്നിൽ ഇനി മറ്റു വഴികളില്ല. എന്നാൽ ഫലസ്തീനികളെ കൊലയ്ക്ക് കൊടുത്ത് വീണ്ടും രക്തപ്പുഴ ഒഴുക്കാൻ ഹമാസ് തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. അറബ് രാജ്യങ്ങളടക്കം ഗസ പദ്ധതിയിൽ സമ്മതം അറിയിച്ചതോടെ ഹമാസ് സമ്മർദ്ദത്തിലാണ്. തനിക്ക് വഴങ്ങിയില്ലെങ്കിൽ നരകം കാണേണ്ടി വരുമെന്നാണ് ട്രംപ് ഇന്നലെ മുന്നറിയിപ്പ് നൽകിയത്. തന്റെ 20 നിർദ്ദേശങ്ങൾ അടങ്ങിയ ഗസ പദ്ധതിയിൽ ഞായറാഴ്ച 6 മണിക്കുള്ളിൽ മറുപടി നൽകണമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇല്ലെങ്കിൽ ഹമാസ് വലിയ പ്രത്യാഘാതം നേരിടുമെന്ന് ട്രംപ് ട്രൂത്ത് പോസ്റ്റിൽ പങ്കുവച്ചു. ഈ അവസാന അവസരത്തിലും ഉടമ്പടിയിലെത്തിയില്ലെങ്കിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ആക്രമണം ഹമാസിന് നേരെയുണ്ടാകും. പശ്ചിമേഷ്യയിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സമാധാനമുണ്ടാകും, ട്രംപ് കുറിച്ചു. ഹമാസിന്റെ അംഗങ്ങൾ സൈനിക വലയത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ആരാണെന്നും എവിടെയാണെന്നും ഞങ്ങൾക്കറിയാം. നിങ്ങൾ വേട്ടയാടപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യും. എല്ലാ നിഷ്കളങ്കരായ ഫലസ്തീനികളും ഭാവിയിൽ മരണത്തിന് വിധേയമാകുന്ന ഗസയിലെ ഈ പ്രദേശത്ത് നിന്ന് വിട്ടുപോവുക, ട്രംപ് പറഞ്ഞു. അമേരിക്കൻ നിർദ്ദേശത്തിൽ ഉടൻ തന്നെ പ്രതികരണം അറിയിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം മുഹമ്മദ് നസൽ അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറയോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് അവസാന തീയതി കുറിച്ചുകൊണ്ട് ട്രംപ് രംഗത്തെത്തുകയായിരുന്നു. ട്രൂത്ത് പോസ്റ്റിലുടനീളം ഹമാസിനെതിരെ ട്രംപിന്റെ ഭീഷണിയുണ്ടായിരുന്നു. ചൊവ്വാഴ്ച ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് 20 നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഗസ പദ്ധതി കരാർ തയ്യാറാക്കിയത്. യുദ്ധം അവസാനിപ്പിക്കാൻ 20 നിർദ്ദേശങ്ങളാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. ഇവ നെതന്യാഹു അംഗീകരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ട്രൂത്ത് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. വർഷങ്ങളായി പശ്ചിമേഷ്യയിലുള്ള അക്രമാസക്തമായ ഭീഷണിയാണ് ഹമാസ്. ഒക്ടോബർ 7 കൂട്ടക്കൊലയിൽ അവർ ഇസ്രായേൽ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെയും നിരവധി ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും കൊന്നുകളഞ്ഞു. ഇതിന് പ്രതികാരമായി 25,000-ത്തിലധികം ഹമാസ് സൈനികർ കൊല്ലപ്പെട്ടു. ബാക്കിയുള്ളവർ സൈനികരുടെ ട്രാപ്പിലാണ്. ഗോ എന്ന് ഞാൻ പറയാൻ കാത്തിരിക്കുകയാണ് അവർ. നിങ്ങൾ എവിടെയാണെന്നും ആരാണെന്നും ഞങ്ങൾക്കറിയാം. നിങ്ങൾ വേട്ടയാടപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യും. നിരപരാധികളായ എല്ലാ ഫലസ്തീനികളും ഈ പ്രദേശം വിട്ട് ഗസയുടെ സുരക്ഷിതമായ ഭാഗങ്ങളിലേക്ക് പോകാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. സഹായിക്കാൻ കാത്തിരിക്കുന്നവർ എല്ലാവരെയും നന്നായി പരിപാലിക്കും. ഭാഗ്യവശാൽ ഹമാസിന് ഒരു അവസാന അവസരം കൂടി നൽകുന്നു. പശ്ചിമേഷ്യയിലെ ശക്തവും വലുതും സമ്പന്നവുമായ രാജ്യങ്ങളും അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങളും അമേരിക്കയും ഇസ്രായേലുമായി ചേർന്ന് 3000 വർഷങ്ങൾക്ക് ശേഷമുള്ള സമാധാനത്തിന് വേണ്ടി ഒപ്പുവെച്ചു. ഈ കരാർ ബാക്കിയുള്ള ഹമാസ് പോരാളികളുടെ ജീവൻ രക്ഷിക്കും. ഈ പദ്ധതിയുടെ വിവരങ്ങൾ ലോകത്തിനറിയാം. എല്ലാവർക്കും മികച്ചതായ പദ്ധതിയാണിത്. പശ്ചിമേഷ്യയിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സമാധാനം ഉണ്ടാകും. അക്രമവും രക്തച്ചൊരിച്ചിലും ഇല്ലാതാകും. ഇപ്പോൾ തന്നെ എല്ലാ ബന്ദികളെയും മരിച്ചവരുടെ മൃതദേഹങ്ങളും വിട്ടയക്കുക. അമേരിക്കൻ സമയം ഞായറാഴ്ച വൈകിട്ട് 6 മണിക്കുള്ളിൽ ഹമാസ് ഒരു കരാറിലെത്തണം. എല്ലാ രാജ്യങ്ങളും ഒപ്പിട്ടു. കരാറിലെ ഈ അവസാന അവസരത്തിലും ഉടമ്പടിയിലെത്തിയില്ലെങ്കിൽ ഇതുവരെ കാണാത്ത ആക്രമണം ഹമാസിനെതിരെ അഴിച്ചുവിടും, ട്രംപ് ട്രൂത്ത് പോസ്റ്റിൽ കുറിച്ചു.